Niva Gold, Diamonds and Platinum. കുലുക്കല്ലൂരിൽ സ്റ്റോപ്പ് അനുവദിച്ച നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന് സ്വീകരണം നൽകി കോൺഗ്രസ് പ്രവർത്തകർ. 5 വർഷം വി.കെ. ശ്രീകണ്ഠൻ എം.പി. നടത്തിയ ശ്രമങ്ങളുടെ ഫലമാണ് ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കാൻ ആയതെന്നും ഇതുവരെ ഒന്നും ചെയ്യാതിരുന്ന ബി.ജെ.പി. ജനങ്ങളോട് മാപ്പ് പറയണമെന്നും കോൺഗ്രസ്. കോവിഡാനന്തരം നിർത്തലാക്കിയ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന്റെ കുലുക്കല്ലൂരിലെ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കുക എന്നത് കുലുക്കല്ലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ വർഷങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണ്. റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി കുലുക്കല്ലൂരിൽ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിച്ചതായും എറണാകുളം ഷൊർണൂർ മെമു ട്രെയിനിന്റെ സർവീസ് നിലമ്പൂർ വരെ നീട്ടിയതായും റെയിൽവേ അറിയിച്ചിരുന്നു. തിങ്കളാഴ്ച രാവിലത്തെ സർവീസിൽ കുലുക്കല്ലൂരിൽ നിർത്തിയ കോട്ടയം എക്സ്പ്രസിനാണ് കോൺഗ്രസ് പ്രവർത്തകർ യാത്രക്കാർക്കും റെയിൽവേ ജീവനക്കാർക്കും മധുരം നൽകിയും അഭിവാദ്യമർപ്പിച്ചും സ്വീകരണം നൽകിയത്. കഴിഞ്ഞ 5 വർഷക്കാലം വി.കെ. ശ്രീകണ്ഠൻ എം.പി. നടത്തിയ തുടർച്ചയായ ശ്രമങ്ങളുടെ ഫലമായാണ് കുലുക്കല്ലൂരിൽ നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിക്കാൻ ആയതെന്നും ഇത്രയും കാലം അധികാരത്തിലിരുന്നിട്ടും ഇതിനുവേണ്ടി ഒന്നും ചെയ്യാതിരുന്ന ബി.ജെ.പി. ഇപ്പോൾ നൽകുന്ന സ്വീകരണം വെറും പ്രഹസനമാണെന്നും ജനങ്ങളോട് ബി.ജെ.പി. മാപ്പ് പറയുകയാണ് വേണ്ടതെന്നും കുലുക്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നൂറുദ്ദീൻ പറഞ്ഞു. കുലുക്കല്ലൂർകാരുടെ നിരന്തരമായിട്ടുള്ള ആവശ്യമായിരുന്ന കോട്ടയം നിലമ്പൂർ ട്രെയിനിന് കുലുക്കല്ലൂരിൽ സ്റ്റോപ്പ് അനുവദിച്ച് ഇന്ന് മുതൽ അത് ഇവിടെ ഓടിത്തുടങ്ങിയിരിക്കുകയാണ്. കോവിഡ് സമയത്ത് 2020 നിർത്തലാക്കിയ ട്രെയിന് കുലുക്കല്ലൂരിൽ സ്റ്റോപ്പില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം 5 വർഷക്കാലമായി നിരന്തരം കുലുക്കല്ലൂർ നിവാസികൾ ഈ ട്രെയിനിന് യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ചിട്ടും ഒരുപാട് ആളുകൾ ഈ ട്രെയിനിനെ ആശ്രയിച്ച് പോകുന്ന ആളുകൾ എം.പിയെ സമീപിക്കുകയും നിരന്തരം നമ്മൾ അതിൻ്റെ നിവേദനമടക്കം നൽകി എം.പിയുടെ നിരന്തരമായ പ്രവർത്തനം മൂലം അത് നമുക്ക് അനുവദിച്ച് കിട്ടിയിരിക്കുകയാണ്. അതിന് വി.കെ. ശ്രീകണ്ഠൻ എം.പിക്ക് ആദ്യമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നിവിടെ ബി.ജെ.പിക്കാർ ഒരു അഭിവാദ്യം അർപ്പിക്കുന്ന ഒരു പരിപാടി ശ്രദ്ധയിൽപ്പെട്ടു. കാരണം അവർക്ക് യാതൊരു വിധത്തിലുള്ള അർഹതയില്ലാതെ നടത്താൻ 2020 കോവിഡ് വന്ന് അത് 5 വർഷക്കാലമായി ഈ ട്രെയിനിലൂടെ സ്റ്റോപ്പില്ല. അവരുടെ ഭരണസമിതി ബി.ജെ.പി. ഭരിക്കുന്ന കേന്ദ്ര ഭരണം അവർ ഇവിടുത്തെ നാട്ടുകാരെ ശരിക്കും 5 കൊല്ലം ബുദ്ധിമുട്ടിച്ചതിനുള്ള ക്ഷമാപണമാണ് അവരിന്ന് ഇവിടെ നടത്തേണ്ടത്. മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ച ഈ കോട്ടയം നിലമ്പൂർ ട്രെയിന് അതിനുശേഷം വന്ന് ബി.ജെ.പി. ഗവൺമെൻറ് 5 കൊല്ലം ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിനുള്ള സമാധാനം അവർ പറയണം. ഇനി ഇവിടെ പള്ളിയത്തോട് ഭാഗത്തേക്കുള്ള ഒരു യാത്രക്കാർ അവിടെ പ്രദേശത്തേക്കുള്ള യാത്രക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു അപ്രോച്ച് റോഡിൻ്റെ ഒരു വിഷയമുണ്ട്. അതും എം.പിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കാര്യക്ഷമമായി എം.പി ഇടപെടുകയും അതിന് വേണ്ട തക്കതായ ഒരു റിസൾട്ട് ഞങ്ങൾക്കത് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. എന്തായാലും അതിനുകൂടെയാണ് ഞങ്ങളിനി കുലുക്കല്ലൂർ നിവാസികൾ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ അപ്രോച്ച് റോഡ് ഇവിടെ കുലുക്കല്ലൂർ ഗേറ്റിൻ്റെ അവിടെ നിന്നും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന അപ്രോച്ച് റോഡിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റെയിൽവേയുടെ വികസനത്തിന് വേണ്ടി കുലുക്കല്ലൂർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വി.കെ. ശ്രീകണ്ഠൻ എം.പിക്ക് ഞങ്ങളുടെ നാട്ടുകാരുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അഡ്വക്കേറ്റ് മോഹൻദാസ്, ഇ.കെ. മുഹമ്മദ് കുട്ടി ഹാജി, രാജൻ പുതനായിൽ, ഗഫൂർ എം.കെ., ടി. ശശിധരൻ, രാജൻ ചീലത്തെ, ബാപ്പു, നൌഷാദ് എടത്തോൾ, രാജൻ പുളവൻതൊടി, നിസാർ മപ്പാട്ടുകര, മുസ്തഫ മണ്ണിൽ, ഷിബിൽ, ദേവൻ, അയ്യപ്പൻ, ജലീൽ, സജീവ്, ഹംസ, സക്കീർ പുഞ്ചീര തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ശരിയായ വില, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ്. എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്.